ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലെ ഇഫ്താർ ഈവനിങ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ സിസ് സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ വ്ളോഗിൽ ഞാൻ ഫുഡിൻ്റെ റെസിപ്പീസിനെ കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. ഇഫ്താറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഏതൊക്കെയാണെന്ന് നിങ്ങളെ കാണിക്കുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് ഇതുപോലെ വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിട്ട് ചെറിയ ബോട്ടിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. നമുക്ക് എപ്പോൾ ആവശ്യം വരുമ്പോഴും അത് യൂസ് ചെയ്യാം. പിന്നെ ഇന്ന് വീട്ടിൽ സ്പെഷ്യൽ ചിക്കൻ സമൂസയും ബീഫ് കട്ട്ലേറ്റുമാണ്. അപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ സ്പെഷ്യലാണ് കേട്ടോ സമൂസയും കട്ട്ലേറ്റൊക്കെ. ഇന്ന് വീട്ടിൽ അളിയന്മാരൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ഒന്ന് കുറച്ച് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ബ്രോൻ്റെ വൈഫ് കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുത്തു. കൂടെ സിസ് സമൂസയും കൂടി ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ ഉണ്ടാക്കുന്ന വലിയ തിരക്കിലായിരുന്നു. ഞാനിങ്ങനെ കിച്ചൺ ക്ലീനിങ്ങിലും അതുപോലെ വീഡിയോ എടുക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ സമൂസയും കട്ട്ലേറ്റൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഉപ്പാൻ്റെ സ്പെഷ്യലായിട്ടുള്ള പൊക്കോട ഉണ്ടായിരുന്നു. പിന്നെ പൊക്കോട നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സമൂസയുടെ എണ്ണയിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുത്തത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ സിസിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ബത്തക്ക മിൽക്ക് ഷേക്ക്. ബത്തക്കയുടെ കൂടെ പാലും മിൽക്ക് മെയ്ഡൊക്കെ യൂസ് ചെയ്തിട്ട് അടിക്കുന്നൊരു ഷേക്കാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാര്യമായിട്ടൊന്നുമില്ല, ബത്തക്കൻ്റെ കൂടെ സാധാ മിൽക്കും അതുപോലെ മിൽക്ക് മെയ്ഡും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഷേക്ക് ഉണ്ടാക്കുന്നത്. ഓക്കെ. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ പ്രത്യേക സ്പെഷ്യലാണ് നമ്മുടെ മലബാറൻ നെയ്സ് പത്തിരി. മലപ്പുറത്തുകാരുടെ ഒരു പ്രത്യേക സ്പെഷ്യലാണ് നെയ്സ് പത്തിരി. ഒരു വീക്ക്നെസ് തന്നെയാണല്ലേ. അപ്പോൾ ഉമ്മാൻ്റെ സ്പെഷ്യൽ നെയ്സ് പത്തിരി ആയിരുന്നു. പിന്നെ അതിലേക്ക് നല്ലൊരു ചിക്കൻ കറിയും, സാധാരണ ചിക്കൻ കറി തന്നെയാണ്. പിന്നെ എൻ്റെ ബ്രദറിൻ്റെ വക സ്പെഷ്യൽ ഷമാം ജ്യൂസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഷമാം ജ്യൂസൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല തണുത്ത ഷമാം ജ്യൂസ്. ഓക്കെ. അപ്പോൾ ഞങ്ങളിപ്പോൾ നോമ്പ് തുറക്കാനുള്ള ആ ഒരു പ്രിപ്പറേഷനിലാണ്. ഇപ്പോൾ ഏകദേശം ബാങ്കൊക്കെ കൊടുക്കാനുള്ള ടൈമായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ബാങ്ക് കൊടുത്തതിന് ശേഷം ഞാൻ നോമ്പ് തുറക്കുന്ന ആ ഒരു ടൈമിൽ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ നോമ്പ് തുറക്കുന്ന ആ ഒരു തിരക്കല്ലേ, അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സമയം ഞാൻ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. പിന്നെ ഉപ്പാൻ്റെ സ്പെഷ്യൽ മലബാർ ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 8-8:30 ടൈം ആയപ്പോൾ ഞങ്ങൾ ബിരിയാണിയും അതുപോലെ ഉമ്മാൻ്റെ പത്തിരി എല്ലാം കൂടി അങ്ങ് റെഡിയാക്കി. നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കാനിരുന്നത്. അപ്പോൾ ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം വീട്ടിലെ പാത്രങ്ങളൊക്കെ ക്ലിയറാക്കി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു. അപ്പോൾ ഞാനിന്നിപ്പോൾ ഇവിടെ ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇഫ്താർ വ്ളോഗൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടനോട് ക്ലിക്ക് ചെയ്യണം. എന്നാൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുപോലെ വീഡിയോക്ക് താഴെ നിങ്ങൾ ഈ വീഡിയോൻ്റെ കമൻറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഇതിൽ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണാൻ സാധിക്കട്ടെ. അതുവരേക്കും ബൈ.